ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? ബാക്കി വന്ന ചോറും നാളികേരം കൊണ്ട് സിമ്പിളായിട്ട് 10 മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും അതിന് കോമ്പിനേഷൻ ആയിട്ട് ഒരു സൈഡ് ഡിഷും ആണ് കേട്ടോ നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോണേ. 1/2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം മതിയിട്ട വെള്ളം ചേർത്ത് ആദ്യം നമുക്ക് ചോറ് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത ചോറിലേക്ക് 1/2 കപ്പ് തന്നെ ചിരകിയ നാളികേരം ചേർക്കുന്നുണ്ട്. നാളികേരം ചേർത്തിട്ട് ഫൈനായിട്ട് അരക്കേണ്ട കേട്ടോ, ഒന്ന് അരഞ്ഞ് മാത്രം കിട്ടിയാൽ മതി. ചോറോട് കൂടി ഒന്ന് മിക്സ് ആവുക. അരച്ചെടുത്ത മിക്സ് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ എണ്ണ ചേർക്കാം. 3 ടേബിൾ സ്പൂൺ ഫൈൻ അരിപ്പൊടിയാണ് ചേർക്കണേ. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. അരിപ്പൊടി നമുക്ക് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ, കുറേശ്ശെ ചേർത്ത് കൊടുത്തോളൂ. ഒരു ഡോ ആവണ പാകത്തിലാവുമ്പോൾ നിർത്തിക്കോളൂ. 1 ടേബിൾ സ്പൂണും കൂടി അരിപ്പൊടി ചേർത്താണ് കുഴച്ചേക്കണേ. കുഴയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട കേട്ടോ, ആ അരച്ച ചോറിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അതുപോലെ അരിപ്പൊടി കൂടും വേണ്ട, ഇതുപോലെ കുറേശ്ശെ കയ്യിൽ ഒട്ടാൻ പാകത്തിന് കുഴച്ചാൽ മതി. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കാം. 1 ടീസ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് നല്ലോണം വറുത്തെടുക്കാം. വറുത്തെടുത്ത ഉഴുന്ന് പാനിൽ നിന്ന് മാറ്റുന്നുണ്ട്. 1 ടീസ്പൂണും കൂടി എണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 5-6 വെളുത്തുള്ളി, 2 സവാള, കുറച്ച് വേപ്പില. സവാള നല്ലോണം സോഫ്റ്റ് ആക്കി എടുക്കാം. സവാള നല്ലോണം സോഫ്റ്റ് ആയിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മിക്സ് ഒന്ന് തണുക്കട്ടെ. വറുത്ത് വെച്ച ഉഴുന്നൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. 2 ചുവന്ന മുളകും ചെറിയ കഷ്ണം പുളി എടുത്ത് 1 മണിക്കൂർ കുതിർത്തി വെച്ചേക്കണതാണ്. പൊടിച്ചെടുത്ത ഉഴുന്നിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർക്കുന്നുണ്ട്. നമ്മൾ വാട്ടി വെച്ചേക്കണ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും മിക്സ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത ചമ്മന്തി ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മൾ ഇന്ന് ഉണ്ടാക്കണ ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളി കോമ്പിനേഷൻ ആട്ടാ ഈ ചമ്മന്തി. ജാർ കഴുകി ആ വെള്ളം ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വറുത്തിടാം. കടുക്, കറിവേപ്പില, ചുവന്ന മുളക് ഇത്രയും വറുത്തിട്ടുള്ളൂ. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് അപ്പം റെഡിയാക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മാവ് ഒരു ഇലയിലേക്കാണ് പരത്താൻ പോണേ. ഇലയിൽ കുറച്ച് എണ്ണ തൊട്ട് പരത്തിയിട്ട് ഇട്ടാൽ കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഇതൊന്ന് റൗണ്ട് ഷേപ്പിൽ, ഒരുപാട് വലിപ്പത്തിലൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് എണ്ണ പാനിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പരത്തിയത് തവയിലേക്ക് വെച്ച് കൊടുക്കാം. ഒന്നായതിന് ശേഷം ഇല പൊന്തിച്ചാൽ മതി. ഒന്ന് ചൂടായത് ഇല മാറ്റുന്നുണ്ട്. തിരിച്ചും മറിച്ചും ചുട്ടെടുക്കാം. നമുക്ക് ഓരോന്ന് തിരിച്ചിടാം. ഞാൻ എല്ലാം ഒറ്റ പാനിൽ തന്നെ ചുട്ടെടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പമാണ്. 5-6 എണ്ണം ഒരുമിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓരോന്ന് തിരിച്ചിട്ടിട്ട് അടിഭാഗം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ അപ്പമൊക്കെ റെഡി ആയിട്ട് 5 മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.